നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം നിർത്തിവെച്ചതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് തിങ്കളാഴ്ച രാവിലെ 10:30 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ധർണ നടത്തിയത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കോട്ടുംപാടം പാത അടച്ച നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയെങ്കിലും എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുകയാണ്. ദീർഘദൂര യാത്രക്കാരും അമരമ്പലം, ചോക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള യാത്രക്കാരുൾപ്പെടെ നിരവധി പേരാണ് റോഡടച്ചതോടെ ബുദ്ധിമുട്ടുന്നത്. പ്രവൃത്തി നിലച്ചെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ MLAയും നഗരസഭയും അലംഭാവം കാണിക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കാൻ കാരണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. 5 വർഷക്കാലം ഇവിടുത്തെ UDF-കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് അദ്ദേഹം MLA ആയ 8 വർഷവും അദ്ദേഹത്തിന്റെ മുന്നണി പിണറായി മുഖ്യമന്ത്രിയായി രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റോഡ് കുഴിയാക്കുക എന്നുള്ള ഗവേഷണത്തിൽ PhD നേടിയ ഒരു MLA ആണ് നിലമ്പൂരിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു അടിപ്പാത നിർമ്മിക്കാനുള്ള സംവിധാനം ഇതാണോ? ഇതിലാക്കും വന്നിട്ട് ഒരു JCB വിളിച്ച് റോഡ് പൊളിച്ച് കുഴിയാക്കാൻ ആർക്കാണ് സാധിക്കാത്തത്? അതാണോ നാം നിലമ്പൂരിന്റെ വികസനം? ആ വികസനത്തിനാണോ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത്? ഇത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്. വികസനത്തിന്റെ അപ്പുറം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ജനങ്ങളോട് മാപ്പ് പറയേണ്ട ബാധ്യത MLAക്കും മുനിസിപ്പാലിറ്റിക്കുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചു, ഈ വർക്ക് എന്താ പൂർത്തീകരിക്കാത്തതെന്ന്. അദ്ദേഹം പറഞ്ഞ് വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന്. അപ്പം ഞാൻ ചോദിച്ച്, ബില്ല് കിട്ടൂല എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ വർക്ക് പൂർത്തീകരിക്കാത്ത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ, സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇതിന് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടിപ്പാതക്കായി സംസ്ഥാന പാത അടക്കുന്നതിന് മുൻപ് ബദൽ സംവിധാനം ഒരുക്കാൻ ശ്രമം നടത്തിയില്ല. ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ്. അപകടങ്ങളും പതിവാവുകയാണ്. അവലോകന യോഗമെന്ന പേരിൽ MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം പ്രഹസനമാണെന്നും അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ തട്ടിക്കൂട്ടി യോഗം ചേരൽ മാത്രമാണ് MLAയുടെ പ്രവർത്തനമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നിലമ്പൂർ മുനിസിപ്പാലിറ്റി, കരുളായി, അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് ധർണ നടത്തിയത്. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.